നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 271st day. Today 42nd sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 271 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 42ാമത്തെ ദിവസം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 42ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണായ നമഃ. സത്യം ശൗചം ദയാദാനം ഏകഭക്തം ദുഭോജനം വർഷാവധി സ്ത്രീയാകാര്യം തേന പുത്രോതി നിർമ്മല. ഓം ശ്രീകൃഷ്ണായ നമഃ. സത്യം ശൗചം ദയാദാനം ഏകഭക്തം ദുഭോജനം വർഷാവധി സ്ത്രീയാകാര്യം തേന പുത്രോതി നിർമ്മല. ഓം തത്സത്. അസന്യാസി ബ്രാഹ്മണന് പഴം കൊടുത്തുകൊണ്ട്, ഈ പഴം നിങ്ങൾ ഭക്ഷിക്കൂ, നിങ്ങളുടെ ഭാര്യയും നീയും ചേർന്ന് ഭക്ഷിക്കൂ, നിങ്ങൾക്ക് പുത്രനുണ്ടാകും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചതിന് ശേഷം പറയുകയാണ് യഥാർത്ഥ ഭാഷണം. അതായത് വേണ്ടാത്തത് കള്ളത്തരമായിട്ട് പറയുക, കള്ളത്തരം പറയാതിരിക്കുക, സത്യം മാത്രം പറയുക. അതിനാണ് യഥാർത്ഥ ഭാഷണം എന്ന് പറയുന്നത്. പിന്നെ ശരീരശുദ്ധി, പ്രാണികളിൽ കാരുണ്യം, എല്ലാവർക്കോടും കാരുണ്യവും ദയയും കാണിക്കുക, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെയുള്ള വ്രതം നിങ്ങളുടെ ഭാര്യ 1 വർഷം അനുഷ്ഠിക്കണം. എന്നാൽ നിങ്ങൾക്ക് ദോഷരഹിതനായ ഒരു പുത്രൻ ലഭിക്കും. സന്യാസി പഴം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ പഴം കഴിച്ചാൽ സന്താന ലാഭം ഉണ്ടാകും എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഈ പഴം കഴിച്ചതിന് ശേഷവും നിങ്ങളുടെ ഭാര്യ യഥാർത്ഥ സംഭാഷണം, സത്യം മാത്രം പറയുക, പൊളി പറയാതിരിക്കുക. പിന്നീട് ശരീരശുദ്ധിയോടെ ഇരിക്കുക. മറ്റുള്ള ജീവനുകളിൽ മറ്റുള്ളവരിൽ എല്ലാവരിലും ദയ കാണിക്കുക, എല്ലാവർക്കും ദാനം ചെയ്യുക. പിന്നെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ശരീരം ശുദ്ധിയായി സൂക്ഷിക്കുക. ഇവയൊക്കെ 1 വർഷകാലത്തേക്ക് അനുഷ്ഠിക്കണം. അങ്ങനെ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് ഒരു സൽപുത്രനെ ലഭിക്കും. സൽപുത്രനെ ലഭിക്കുമെങ്കിൽ ആ ഗർഭം ധരിക്കുന്ന സ്ത്രീ എങ്ങനെയൊക്കെ ഉണ്ടാകണം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ സന്യാസി വ്യക്തമായി പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്രതങ്ങൾ നിൻ്റെ ഭാര്യ ആചരിച്ചാൽ നിങ്ങൾക്ക് ദോഷരഹിതനായ ഒരു പുത്രൻ ലഭിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സത്യം ശൗചം ദയാദാനം ഏകഭക്തം ഭോജനം, നല്ല ഭക്തിയോടുകൂടി ഇരിക്കുക എന്നതും പറയുന്നുണ്ട്. വർഷാവധി സ്ത്രീയാകാര്യം തേന പുത്രോതി നിർമ്മല. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. Thank you for watching. All the best. Have a very nice day. God bless you.